കായിക മേഖലയുടെ ഉദ്ധരണത്തിന് വേണ്ടി ഞങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. മലപ്പുറത്ത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഫുട്ബോൾ സ്റ്റേഡിയം ഒരുക്കും. സന്തോഷ് ട്രോഫി കഴിഞ്ഞ ശേഷം നമ്മുടെ കായിക മന്ത്രി വന്ന് ഘോരഘോരം പ്രസംഗിച്ചിട്ട് പോയ വാക്കുകളാണ് ഇതൊക്കെ. പക്ഷേ ഇവിടെയൊന്നും ഒരു കോപ്പും ഉണ്ടാവുന്നില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു വസ്തു തന്നെയാണ്. ആകെയുള്ള ക്ലബ്ബുകളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ ദ്രോഹിച്ചൊരു വഴിയാക്കിയതിന് പിന്നാലെ ഗോകുലം കേരള FC-യുടെ നെഞ്ചത്തോട്ടും കയറി ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം നിങ്ങൾ ഈ ഘോരഘോരം പ്രസംഗിച്ചുകൊണ്ട് മാത്രം ഇരിക്കുമ്പോൾ ഫുട്ബോളിന്റെയും കായിക മേഖലയുടെയും വികസനത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ഒഡീഷ എന്ന് പറയുന്ന ഒരു സംസ്ഥാനം നമ്മളെ വീണ്ടും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ 3 സെന്റേഴ്സ് ഓഫ് അക്കാദമീസ് ആണ് അവർ ആരംഭിച്ചിരിക്കുന്നത്. 1 ഒഡീഷ ഫുട്ബോൾ അക്കാദമി, 2 ഭുവനേശ്വർ ഫുട്ബോൾ അക്കാദമി, പിന്നീട് ക്യാപിറ്റൽ ഫുട്ബോൾ അറീന എന്നിങ്ങനെ 3 ഫുട്ബോൾ അക്കാദമികൾ ഒഡീഷ ഇന്നലെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഇന്റർ കോണ്ടിനെന്റൽ കപ്പിന് മുന്നോടിയായിട്ട് നമ്മുടെ നാഷണൽ ടീം പരിശീലനം നടത്തുന്ന വേദിയിലൊക്കെ അവരുടെയൊക്കെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ നടത്തിയത്. നമ്മളിങ്ങനെ താളം പറഞ്ഞുകൊണ്ട് മാത്രം ഇരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ വെടിപ്പായിട്ട് ചെയ്യുന്ന ഭരണകൂടങ്ങളും ഇവിടെ ഉണ്ട് എന്ന് കണ്ടറിയണം.